ഹായ് ഹലോ എൻ്റെ ഉച്ചക്കലത്തെ സിമ്പിൾ ലഞ്ച് ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ കൂന്തോന്നാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി തേങ്ങാച്ചണ്ടി എടുത്തിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, ചെറുജീരകം, മഞ്ഞൾപ്പൊടി എന്നിവ മിക്സർ ജാറിലിട്ടൊന്ന് അരപ്പ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പനീർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നേരത്തെ ഒന്നും എനിക്ക് പനീർ ഇഷ്ടമില്ലായിരുന്നു. ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പനീർ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കാശ്മീരി ചില്ലി, മുളക് പൊടി, പിന്നെ ഇത് ഗരം മസാല. പിന്നെ ഞാനവിടെ സോസിനോട് ഇട്ട് കിടപിടിക്കണം കേട്ടോ, കാരണം സോസ് തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ വെള്ളവും കൂടി ഊറ്റി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മസാല പനീറിൻ്റെ പുറത്ത് തിരുമ്മി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൂൺ തോരൻ തയ്യാറാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വെളിച്ചെണ്ണയും തീർന്നു. അതിന് വെളിച്ചെണ്ണ കുപ്പിയിലേക്ക് പാർന്ന് വെക്കുന്നുണ്ട്. പിന്നെ കൂൺ തോരൻ വെക്കാൻ വേണ്ടി എണ്ണയും കടുകും കറിവേപ്പിലയും പൊട്ടിച്ച് അരപ്പൊന്ന് പച്ചമണം മാറുവോളം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ കൂണിനെ ഇട്ട് തട്ടിപ്പൊത്തി വെച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ തക്കാളി പുളിച്ചാറെന്നോ ചട്നിയെന്നോ പറയാവുന്ന അത് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കൂൺ തോരൻ ചടാപടാൻ റെഡിയായി. പെട്ടെന്ന് തന്നെ കൂൺ റെഡി ആവുമല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടെ തക്കാളി ചട്നിക്ക് വേണ്ടി ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ഊറ്റി കടുകും പൊട്ടിച്ച് ഉള്ളിയും ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റുന്ന നേരം കൊണ്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആ നേരം കൊണ്ട് നമ്മൾ പെട്ടെന്ന് പണി തീരുമല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോഴേക്കും നമ്മൾ തക്കാളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം കുരുമുളക് പൊടി, ഒരു തുള്ളി കളറിന് വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഊറ്റി അത് തിളയ്ക്കാൻ വെച്ചപ്പോഴേക്കും നമ്മുടെ കഞ്ഞിയും കാലായി. അതും വടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് എയർ ഫ്രൈ ആണ് ചെയ്തെടുത്തത് കേട്ടോ, പനീറെ. അത് എന്നിട്ട് നമ്മുടെ പുളിച്ചാറും റെഡി ആയിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് അതും വാങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ചുമട് പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വൃത്തിയാക്കി കിച്ചണും ക്ലീൻ ചെയ്ത് ഞാൻ ഇന്നത്തെ പരിപാടിയെല്ലാം മതിയാക്കി കിച്ചണിൽ നിന്ന് ടാറ്റ പറഞ്ഞു. ഓക്കെ ബൈ.